നമ്മളെ മക്കാറാക്കുന്ന പറയും ഞാനാ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കണം, പലരും നമ്മളെ പിരാന്തനാക്കണം. തുടരും ഞാനീ പൂക്ക്. ചെറുപടല്ലേ പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു ഈ ദുനിയാവൊക്കെ നടന്നു. പക്ഷെ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു ഈ ദുനിയാവൊക്കെ നടന്നു. പക്ഷെ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ പട്ടാപ്പകൽ നമ്മളെ മക്കാറാക്കിന് പറയും ഞാനാ ഹക്ക്. പലരും നമ്മളെ മക്കാറാക്കിന് പറയും ഞാനാ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കിന് തുടരും ഞാനീ പോക്ക്. പലരും നമ്മളെ മക്കാറാക്കിന് പറയും ഞാനാ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കിന് തുടരും ഞാനീ പോക്ക്. പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു ഈ ദുനിയാവൊക്കെ നടന്നു. പക്ഷെ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ പട്ടാപ്പകൽ അതിവേഗതയിൽ ഓടുന്ന വാഹനങ്ങളടക്കമുള്ള വലിയ സൗകര്യങ്ങൾ ഉണ്ടായിട്ടെന്ത് കാര്യം, നീ പട്ടിണിയിലാണ്. ആന്തരാർത്ഥത്തിൽ ഇവിടെ എന്താണ് പട്ടിണി? മനുഷ്യനായി തീരാനുള്ള ജ്ഞാനം നിന്റെ ഉള്ളിലില്ലയോ? നീ എത്ര സമ്പന്നനാണെങ്കിലും നീ പട്ടിണിയിലാണ്. ഒരു മനുഷ്യനായി തീരുന്നതിലേക്ക് നീ ചലിക്കുന്നില്ലെങ്കിൽ നീ ഇപ്പോഴും പട്ടിണിയിൽ തന്നെയാകും. എല്ലാ കാലത്തും ഈ സത്യം പറഞ്ഞവർ ഭ്രാന്തെന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ട്. ലോകത്ത് ആദികാലം മുതൽ ഓരോ ഗുരുക്കന്മാരെ, പ്രവാചകന്മാരെ
ഓരോരുത്തരം മനുഷ്യരെയും എടുത്തു നോക്കുക. സത്യം പറഞ്ഞവരൊക്കെയും ഭ്രാന്തനെന്ന് വിളിക്കും. കാരണം അവരാ നോർമാലിറ്റിക്ക് പുറത്തായിരിക്കും. എന്ത് പണിയാണ്, എന്താണ് നീ ചെയ്യുന്നത്? നിനക്ക് മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന വല്ലതും ചെയ്തുകൂടെ എന്ന്. ഒരു ഉദാഹരണം, ഇപ്പോൾ വളരെ ഉന്നതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഏറ്റവും സുന്ദരമായ ഒരു കൂട്ടായ്മയാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ പിൻചരിത്രത്തിലേക്കൊന്ന് എടുത്തു നോക്കുക. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കാലത്ത് മനുഷ്യരെ ഉണ്ടാക്കി തീർക്കാനുള്ള പ്രവർത്തനങ്ങളിൽ മേലാളന്മാരിൽ നിന്ന് എത്ര ആളുകൾ അവരാ മഹാന്മാർ ഭ്രാന്തരെന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ടാകും, വട്ടന്മാരെന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ടാകും, വേറെ വല്ല പണിക്കും പോയിക്കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടാകും. പക്ഷേ അതിനെയെല്ലാം ഉല്ലംഘിച്ചുകൊണ്ട് മനുഷ്യനാകുക എന്ന് പറഞ്ഞ ഗുണത്തിൽ അവർ നിന്നതുകൊണ്ടാണ് നമ്മളൊക്കെയും ഇവിടെ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അവർക്ക് സത്യം എന്നല്ലാത്ത, സത്യം ആയിരിക്കുന്നവൻ എന്നല്ലാത്ത, ആ തൃപ്തിയല്ലാത്ത ഒന്നുമേ അവരുടെ മനസ്സിൽ ഉണ്ടായിട്ടില്ലല്ലോ. ആ രീതിയിൽ ഒരു മനോഹരമായ ധിക്കാരത്തോടെ പറയാണ് KV അബൂബക്കർ മാഷ്, നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ എൻ്റെ പോക്ക് തുടരുക തന്നെ ചെയ്യുന്നു. പട്ടണവീതിയിലൂടെ മോട്ടോർ കാറുകൾ പായും നേരം, പട്ടണവീതിയിലൂടെ മോട്ടോർ കാറുകൾ പായും നേരം, പാട്ടും പാടി നടക്കുന്ന പട്ടിണി തൻ തോലങ്ങൾ, പട്ടണവീതിയിലൂടെ മോട്ടോർ കാറുകൾ പായും നേരം, പാട്ടും പാടി നടക്കുന്ന പട്ടിണി തൻ തോലങ്ങൾ, കണ്ണുമടച്ച് തപസ് ചെയ്യണ വേട്ടക്കാരും ഇവിടെ, കണ്ണുമടച്ച് തപസ് ചെയ്യണ വേട്ടക്കാരും ഇവിടെ, കയ്യിൽ കിട്ടാതെ നടക്കുന്ന കഴുകന്മാരും ഇവിടെ, കയ്യിൽ കിട്ടാതെ നടക്കുന്ന കഴുകന്മാരും ഇവിടെ, പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു, ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷെ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു, ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷെ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ